ബിഗ് ബനിയൻ ട്രീ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. കുറേ നാൾക്ക് ശേഷം വീഡിയോ ഇടാൻ പറ്റില്ല ഗൈസ്, കുറേ സിറ്റുവേഷൻ, വർക്ക്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചിത്രദുർഗയിലാണ്, കർണാടകയുടെ ഒരു സെൻട്രൽ പോർഷൻ. അപ്പം ഇവിടെ വർക്കിൻ്റെ ഒക്കെ തിരക്കായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്, റൂമിൽ ഇങ്ങനെ. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം കുറേ നാളായിട്ട്, ഏകദേശം 6 മാസമായിട്ട് എങ്ങോട്ടും ഔട്ടൊന്നും പോയില്ല ഗൈസ്. ട്രിപ്പ് എവിടെയും വരാം, വല്ലപ്പോഴും മേടിപ്പം. അപ്പം എന്തായി, അപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇന്ന് വീക്കെൻഡ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്ന പ്ലാൻ ചെയ്തു. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പ്ലാൻ ചെയ്തത്? ബാംഗ്ലൂർ ഗൈസ്. വിഘ്നേഷ് ആണെങ്കിൽ അവിടെ കിടക്കുന്നത്, വിഘ്നേഷ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം ബാംഗ്ലൂർ ആയിട്ട് 1 ഡേ റൗണ്ട് അടിക്കാം എവിടെയെങ്കിലൊക്കെ. ഇപ്പോൾ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടുവച്ചു, അപ്പം അങ്ങോട്ട് പോകാം എന്ന് തീരുമാനിച്ചു. അപ്പം ഇപ്പം മോർണിംഗ് 4:30. അപ്പം ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചിത്രദുർഗയിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടെ ബസ് കയറി സ്ട്രേറ്റ് ടു ബാംഗ്ലൂർ. അവിടുന്ന് അവൻ്റെ വണ്ടി എടുത്ത് കറങ്ങാൻ പോകുന്നു ഗൈസ്. ആരോരുമില്ലാത്തൊരു സ്ട്രീറ്റിൽ കൂടെ ഞാനിങ്ങനെ നടക്കുവാണ്. സമയം 4:30 ഗൈസ്. ഇതാണ് ഞാൻ വന്ന വണ്ടി. ഞാൻ ബസ്സിൻ്റെ അകത്തേക്ക് കയറുവാണ്. അങ്ങനെ നമ്മൾ ഫൈനലി ബാംഗ്ലൂർ എത്തിക്കാറുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, വിഘ്നേഷ് ഓൺ ദ വേ. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ കുറച്ച് നേരത്തെ എത്തി. അപ്പം അവൻ വണ്ടിയിൽ വന്നോണ്ടുണ്ട് എങ്ങനെ ഒരുത്തൻ വന്ന് ഇവിടെ നിൽപ്പുണ്ട്. ഹലോ, ഒന്നുമില്ല, എന്തെങ്കിലും എടുക്കണം ഗൈസ്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോവാണ്. നമ്മൾ മഞ്ചൻബെല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്നൊരു 30 കിലോമീറ്റേഴ്സ്. കുറച്ച് നല്ല നല്ല കാര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ അത് വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ അണ്ണൻ വണ്ടി വിടുവാണ്. ഗായ്സ്, ഇത് നിങ്ങളിനി കണ്ടിട്ട് പള്ളിപ്പെരുന്നാളാണെന്ന് വിചാരിക്കണ്ട. ഇത് നോർത്ത് കർണാടകയിലുള്ളൊരു എന്താ മരിച്ചവർ പറഞ്ഞയക്കുന്ന ഒരു പരിപാടിയാണ് ഗൈസ്. ചുണ്ടൊക്കെ കൊട്ട്. ഗായ്സ്, ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് വന്നു. എത്തിക്കോണുണ്ട്. ഏതോ ഒരു അമ്പലം ഉണ്ടെന്ന് അവർ പറഞ്ഞു. നമ്മൾ വെറുതെ പോയി നോക്കുകയാണ്. ആളൊന്നുമില്ല, അടച്ചേക്കുവാന്നാണ് പറഞ്ഞത്. എന്നാലും വെറുതെ പോയി. എവിടെ? ഓ മാൻ, ഇതിൻ്റെ ഹൈറ്റ് നോക്ക്. പട്ടിക്കുട്ടിയുണ്ട്. അതെ, വെള്ളത്തിലെല്ലാം ഇവിടെ കണ്ടെത്തുക. എങ്ങനെ കയറും? ചെറിയൊരു മല കയറി. പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇറങ്ങി അടുത്ത എന്തെങ്കിലും ലൊക്കേഷൻ നോക്കി പോവാണ്.
അണ്ണൻ്റെ വണ്ടി. ഓൾഡ് ഇസ് ഗോൾഡ് മാൻ. വണ്ടി വീട്. ചേച്ചിമാരുടെ ഫോട്ടോയോ? ഇവിടെ നീ ഇരിക്കും, ഞാൻ ഫോട്ടോ എടുക്കാം. നീ ഇരി, ഞാൻ എടുക്കാം. എൻ്റെ ഞാൻ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. ഡാം കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വിടുവാണ് ലേക്കിൻ്റെ അടുത്തേക്ക്. ലെറ്റ്സ് ഗോ. ഇവരുടെ ടീമിനെ കിട്ടുമോ? എന്താ അല്ലേ? പോട്ടെ. ഓ, ഇവിടെ വേറെ ലെവൽ ചെയ്യും. എൻ്റെ തന്നെ മോനെ സെറ്റ്. ഇല്ല, വ്യൂ ഉണ്ട്. ഒന്നിനൊക്കെ ആ ഒരു മരമാണ് കാണുന്നത്. അങ്ങനെയൊക്കെ ഒരു വ്യൂ നൈസ് ഉണ്ടല്ലേ. അണ്ണാ നമ്മൾ അന്നൊരു പ്രാവശ്യം ഇവിടെ വന്നു. അപ്പം ഇന്നോടെ നമ്മൾ പ്ലാൻ ചെയ്തു ഒരു പ്രാവശ്യം കൂടെ വീഡിയോ എടുത്തോണ്ട്. അന്ന് നമ്മൾ പ്ലാൻ ആക്ച്വലി വീഡിയോ ഒന്നും എടുത്തില്ല. നൈസാണ്. ഞാൻ ഇവിടുന്ന് ക്യാപ്ചർ ചെയ്ത് ചിരി. ഗൈസ്, അപ്പം നമ്മൾ ലൊക്കേഷനിൽ നിന്ന് വിടുവാണ്. നെക്സ്റ്റ് ഫിഷ് ഫ്രൈ. ഫുൾ ടാർക്ക് ഇട്. അമ്മച്ചി ലുക്ക്. ഇവിടെ റൈറ്റിൽ തന്നെ വെക്കാം. കരണ്ട്. ഗൈസ്, അപ്പം നമ്മൾ ഫിഷ് ഫ്രൈ കഴിക്കാൻ വന്നതാണ്. ഇവിടെ നമ്മളെയും കൂടെ പോന്നെ ഫിഷ് ഫ്രൈ കഴിക്കാൻ. നമ്മളെയും കൂടെ പോന്നെ. ഡോറയ്ക്ക് കണ്ണ് കാണൂലെന്ന് പറയുന്നത് സത്യമാണോ?
അവരൊക്കെ വരും പുജിയ ചോറിന് എല്ലായിടത്തും കൊണ്ടുപോകും. കളിപ്പാടാ. ಎಷ್ಟು ರೂಪಾಯಿ ಅಕ್ಕ? ಓಕೆ. ഏതടിക്കുക? എനിക്ക് സ്ലൈസ് മതി. സ്ലൈസാ? എത്രണ്ണം? 2 സ്ലൈസ് ഒരു ഓംലെറ്റ് മതി. ಓಕೆ, 2 ಸ್ಲೈಸ್, 1 ಆಮ್ಲೆಟ್, ಮತ್ತು ಇದೊಂದು ಕೊಡಿ. ಹಾಂ. എല്ലാവരും ഉണ്ട് കഴിച്ചിട്ട് കഴിക്കാൻ. എന്താണ് ഞാൻ മാത്രമേ ഇല്ല. ആಯ್ತಾಯ್ತಾಯ್ತು. ഗൈസ്, ആൾക്കാർ ഇവിടെ വെള്ളാടി ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളും എൻജോയ് ചെയ്യുകയാണ്. നമ്മൾ പിന്നെ വെള്ളാടിയില്ല, ഉള്ള ഫിഷ് എടുത്ത് കഴിച്ചിട്ട് പോണ്. ഗൈസ്, അപ്പം വിഘ്നേഷിന്റെ ഫുഡ് വന്നിരിക്കണു. അണ്ണനടി. ഹാ, ഇൻട്രോ. അടിപൊളി, സൂപ്പർ. നീ ഇങ്ങനെ കാണിക്കേ. ചൂടാണല്ലോ. ബൈ. നൈസ്. അപ്പോൾ ഇവിടെ ഗൈസ് കുറേ കടകളുണ്ട്. അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഏത് കടയിൽ വേണമെങ്കിൽ നോക്കുക. നമ്മളിങ്ങോട്ട് കയറി വണ്ടി ഹംപിക്ക് വിടാം. ഇനി എങ്ങോടാ? ബിഗ് ബാംബൂ ട്രീ ഞാൻ അടുത്തുണ്ടോ നോക്കട്ടെ. ഇവിടെ അടുത്ത് വേറെ ലൊക്കേഷൻ ഉണ്ട്. ബിഗ് ബാംബൂ ട്രീ. ബാംബു അല്ല, ബനിയൻ ട്രീ, ബിഗ് ബനിയൻ ട്രീ. അപ്പോൾ അതടുത്താണെങ്കിൽ അതിൻ്റെ അടുത്തും പോയിട്ട് അവിടെ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് വന്നു എന്നിട്ട് ഫുഡ് കഴിക്കണം. ടെമ്പിളിൻ്റെ പേര് എനിക്കറിയില്ല, നോക്കാം. പെട്ടെന്ന് ആയിക്കോട്ടെ. ഓക്കെ, ഹലോ ഗായ്സ്, ബാ. അപ്പം നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് വന്നു. ബിഗ് ബനിയൻ ട്രീ. ഓ, ഇൻസ്റ്റൻറ്റ് ഫ്ലിപ്പ്. ഇത് നമ്മൾ പോയ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. ആ ഗായ്സ്, ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ അന്തക്കാരന്മാരൊക്കെ ഉണ്ട്. ഗൈസ്, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്രയോ വർഷം പഴയ ഒരു ആലതമര എന്ന് കന്നഡയിൽ പറയും, മലയാളത്തിൽ ആൽമരം. അപ്പം ഒറ്റ മരമാണിത്.
ഇത് ഫുൾ ഒരു മരമാണ്. അതിൻ്റെ വേരുകളിൽ നിന്ന് വന്ന ഫോം അയക്കണ ഫർദർ മരങ്ങളാണിത്. ഓ മാൻ, യു അഗെയിൻ. എത്ര വർഷം പഴയ മരമാണ്, എവിടെയോ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറയാം. മരത്തിൻ്റെ ഇത് നോർമലി നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ വള്ളികളല്ലേ, ആ വള്ളിയിൽ നിന്ന് ഫോം അയക്കുന്ന മരങ്ങളാണിത്. ഒറ്റ മരം ഇത്രയും വലിയ ഏരിയയിൽ സ്പ്രെഡായി കിടപ്പുണ്ട്. എന്തെങ്കിലും പറ. ഇത് വലിയൊരു ആൽമരാണ്. പട്ടി പോടേ, അതെനിക്കും അറിയാം. സോറി, ഇതിൻ്റെ പബ്ലിക്. പിന്നെ 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 അടുത്ത ഡയലോഗ് പറഞ്ഞേ, അടുത്ത ഡയലോഗ് എന്ന് പറഞ്ഞ് വലിയ ആൽമരാന്ന് എനിക്കറിയാം. കുറെ കുരങ്ങന്മാരിവിടെ കളിക്കുന്ന സ്ഥലം. കുരങ്ങന്മാരെ കാണാനാണ് നമ്മൾ വന്നത്. ആ ഇതൊക്കെ കണ്ടോ, വേരിൻ്റെ ഫോമേഷൻ കണ്ടോ, മരം എത്രയോ വർഷം. 10,000 വർഷം ഉറപ്പല്ലേ? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒപ്പം സംഭവം. 10,000 വർഷമോ? ഓടെ 10,000 ഗാന്ധിജിയൊക്കെ 10,000 വർഷം പഴയ ബാക്കല്ല സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ ഗാന്ധിജി വന്നതോ? ആയിരമില്ല, 100 വർഷം പോലും ആയില്ല പോത്തെ. അതാ പറഞ്ഞു 10,000 എന്നാണല്ലോ നീ പറഞ്ഞത്. ആ 100 വർഷത്തിനേക്കാളും ആക്ച്വലി എക്സാക്ട് ഇയർ എത്രയാണെന്ന് അറിയില്ല. 1985 വന്നോ? ഇവിടൊക്കെ കാടാ, ഇവിടെ ഫുള്ള് കാടാ. കാടാന്നറിയാം. ഇവിടെ ഫുൾ ബിൽഡിംഗ് ആയിരിക്കും അല്ലേ? ഇവിടെ ബിൽഡിംഗ്, ഇവിടെ കാട്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം. നൈസാണ്, ഒരു പീസ് എൻവയറമെൻറ്റ്. ഒരു റൗണ്ട് അടിച്ചാലേ എന്തൊക്കെയോ സുഖമുണ്ട്. ഇവിടുത്തെ കുരങ്ങന്മാർക്കും കുറേ വർഷം പാക്കുണ്ടെന്നാണ് കേട്ടത്. അതെനിക്കറിയില്ല. ഉണ്ട്, 14 വർഷമായി. നോക്ക് ഗൈസ്, ഒരു വള്ളിൻ്റെ ഫോമേഷൻ. ഇതൊക്കെ കുരങ്ങന്മാർക്ക് തോന്നാൻ വേണ്ടി ഉണ്ടാക്കുക. എത്ര ഏരിയ കാണും അല്ലേ? ഒരു 2 ഏക്കർ സ്ഥലമുണ്ട്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ താലേക്ക് ഇടും. പിന്നെ എന്നിട്ട് അത് അതിൻ്റെ മെയിൻ മരം വയസ്സായി കുറച്ച് പോകും. എന്നിട്ട് ഇത് പിന്നെ പുതിയ മരമായിട്ട് ഫോമേഷൻ. അവതാറിൻ്റെ സീൻ പോലെ. ഈ ഏരിയ പക്ഷെ ഇത് എത്ര ഏജാണ്, എവിടെയോ വരച്ച് വെച്ചിട്ടുണ്ട്. എവിടെയോ പോലെ വരച്ചേക്കണം. എടുത്തോ, എടുക്കാം ശരി. ബിഗ് ബനിയൻ ട്രീ. അപ്പം അതും കഴിഞ്ഞ് വിഘ്നേഷ് നമ്മൾ പോകുന്നില്ല. അമ്മച്ചി നോക്കണു. നമുക്ക് ഇന്റർവ്യൂ എടുത്താലോ? എന്നുവെച്ചാൽ എത്ര വർഷം പഴയ മരമാണിത്. അതെ അതെ. ഒരെണ്ണം മതി, എനിക്ക് കുറച്ച് മതി.
ഒന്നോട് പറഞ്ഞേ. ആ, ഒന്ന് കന്നഡയാണ്, ചോളം മലയാളമാണ്. ജോള. ചട്നി. അമ്മച്ചി. അമ്മച്ചി. ജഗതിയുടെ ഡയലോഗ് അമ്മച്ചി. പ്രോയാണ് അമ്മച്ചി. കരിപാലിച്ച് തരും. കൽക്കരിയൊക്കെ ഉപയോഗിച്ചോട്ടാ വീട്ടിൽ ചൂടാൻ അല്ലേ? കേട്ടല്ലേ? പേരൊക്കെ ചോദിച്ചോ. അമ്മച്ചി പേരെന്താണ്? അന്ന് നമ്മളോട് പറഞ്ഞു ഇവിടെ വണ്ടി വെക്കരുത് എന്താ പറഞ്ഞായിരുന്നു. എടാ നീ പുകഞ്ഞു ചാവും. മാറും. ചോളത്തിന് പുക നല്ലതെന്ന് പറയും. അവിടെ തന്നെ ഒന്നോടെ പറ. ഇനി നേഷൻ മാച്ച് പോയടാ. ചോളം കിട്ടി ഗൈസ്, ചോളം കിട്ടി. ഓക്കെ ഓക്കെ. വണ്ടി വേണോ? വെയില് കൊള്ളണ്ട. വെയില് കൊള്ളാതെ പോകാറുണ്ട്. കാറ് വാങ്ങി അതിൽ നമുക്ക് പോകാറുണ്ടല്ലോ. പക്ഷെ പെട്രോൾ സ്റ്റേഷൻ അടുത്തില്ല. ആ ശരിയാ. അങ്ങ് എവിടെയാ പെട്രോൾ സ്റ്റേഷൻ? ശരി, അങ്ങനെയാണെങ്കിൽ വേണ്ട. ഞാൻ കഴിച്ചു. അങ്ങനെയുണ്ട്. എരിവുണ്ടോ? ആ സത്യം. നമ്മൾ ബാക്ക് ടു ബാംഗ്ലൂർ സിറ്റിയാണ്. ഓ കേൽ വണ്ടി എവിടെയൊക്കെയാടാ? ഇതേണ്ട അവിടെ പിക്കപ്പ് 11. ഇത് കഴിച്ചിട്ടല്ലേ പോവാ? ആ ഓക്കെ ഓക്കെ. ആ ഓക്കെ. നീ ഓടിച്ചോ. ഒരു മിനിറ്റ് കീ തരാം. അപ്പം ബിഗ് ബനാന ട്രീയോട് ബൈ ബൈ. ആമി മോനാണ്.